ഇന്ന് നമുക്ക് നല്ലൊരു ഗീ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്ത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിലാണ് എല്ലാ സാധനങ്ങളും അളന്നെടുക്കുന്നത്. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ നല്ല രീതിക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും കൂടെ ആ പാത്രത്തിന് മുകളിലേക്ക് വെക്കുക. പാത്രം വെള്ളത്തിൽ മുട്ടാൻ പാടില്ല, മുട്ടാതെ വേണം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ നല്ല രീതിക്ക് ബീറ്റ് ചെയ്യുക. നമുക്ക് ബീറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏകദേശം ഈ കളറൊക്കെ ആയി വരുമ്പോൾ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്റ്റെയിനർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വാനില എസൻസ് ചേർത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മൾ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിലോട്ട് വാനില എസൻസും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ ചേർത്താൽ മതി. ചേർത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുക. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ 3 വട്ടമൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ മുകളിലോട്ട് തന്നെ വെച്ച് അരിച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ്സിന് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി അതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് നെയ്യും കൂടെ നമ്മൾ ആ പാലിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ. ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമ്മൾ അത് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പം നല്ല രീതിക്ക് പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചൂടോട് തന്നെ ആ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നല്ല രീതിക്ക് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ടിൻ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യ് സ്പ്രെഡ് ചെയ്തൊരു ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം റെഡിയാക്കണം. ഇതാണ് സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ടിന്നോ എന്തെങ്കിലും വെച്ചൊന്ന് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ എടുക്കുന്ന അടപ്പിന് എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ അതിലോട്ട് എടുത്ത് വെച്ചിട്ട് ഗ്ലാസ് വെച്ച് മൂടി വയ്ക്കുക. എനിക്ക് ഏകദേശം ഒരു 25 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കുത്തി നോക്കിയപ്പം ഉള്ളിൽ ഒന്നും കൂടെ വേവാനുണ്ട്. അപ്പം ഞാൻ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ കേക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിതിൽ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും കൂടെ അടിയൊന്നും കരിയാതെ നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.